ശമ്പള പരിഷ്കരണ സമിതിയെ സംബന്ധിച്ചും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായി. പ്രൊഫസർ സി രവീന്ദ്രനാഥ് കഴിഞ്ഞ മുൻപ് കഴിഞ്ഞ ഗവൺമെൻറ്റിലല്ല, ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥിൻ്റെ ഒരു ഉപക്ഷേപത്തിന് ഒരു ചർച്ചയ്ക്ക് ഒരു പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ 2024 മുതൽ പ്രാബല്യത്തിൽ വരേണ്ടതാണ്. പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വച്ചിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്. ആ ശമ്പള പരിഷ്കരണത്തിൽ VP ജോയി IAS ആണ് അതിൻ്റെ ചെയർമാനായി വെച്ചത്. അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ എന്ന് പറയുന്ന CPMൻ്റെ നോമിനിയായിട്ടുള്ള അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, അതുപോലെ തന്നെ പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിട്ടയർ ആയിട്ടുള്ള ഒരു അഡീഷണൽ സെക്രട്ടറി, പിന്നെ നിലവിലുള്ള ഒരു അഡീഷണൽ സെക്രട്ടറി, ഇവരെയെല്ലാം വെച്ച് 4 പേരടങ്ങുന്ന സമിതിയെ രൂപീകരിച്ചു. മാർച്ച് മാസത്തിലാണ് സമിതി രൂപീകരിച്ചത്. ഏപ്രിൽ മെയ് ജൂണിനകത്ത് റിപ്പോർട്ട് കൊടുക്കണം, 3 മാസത്തിനകത്തെന്ന് പറഞ്ഞു. ജൂൺ മാസം ഇപ്പോൾ തീരാൻ പോകുന്നു. റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വർക്ക് പോലും തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ പുതിയ പിന്നെ ശമ്പള DA ഒക്കെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ധാരണയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുൻ കുടിശ്ശികകൾ എങ്ങനെ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ശമ്പള പരിഷ്കരണം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമുണ്ട്. ഈ ചർച്ചകളിൽ കൃത്യമായി എങ്ങനെയാണിത് നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണങ്ങളിൽ 11ാം ശമ്പള പരിഷ്കരണം വരെ ഉള്ളതിൽ ഒരുപാട് അനാമലികളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ശമ്പള പരിഷ്കരണം നടക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ശമ്പള പരിഷ്കരണം പ്രായോഗികമായിട്ട് വരാറില്ല. കാരണം ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ പല വിഭാഗങ്ങളും സമ്മർദ്ദപ്പെടുത്തും, വന്നിട്ട് റെപ്രസെൻറ്റേഷൻ സമ്മർദ്ദപ്പെടുത്തും. എന്നാൽ ഇതിൽ നിന്ന് വരാത്ത വിഭാഗമുണ്ട്, ചെറിയ ചെറിയ വിഭാഗങ്ങൾ, വരാനും പറ്റാത്ത വിഭാഗമുണ്ട്. അങ്ങനെ വരാൻ പറ്റാതിരിക്കുന്ന വിഭാഗത്തിന് ചിലപ്പോൾ അലവൻസ് കൂടുതൽ കിട്ടിയില്ല എന്ന് വരാം, സ്കെയിൽ ചിലപ്പോൾ താഴ്ന്നു പോയെന്ന് വരാം. എന്നാൽ ഇതൊന്നും വരുന്ന സമ്മർദ്ദപ്പെടുത്തുന്ന ടീമിന് കൂടുതൽ കൊടുത്തെന്ന് വരാം. ഇങ്ങനെ പല രൂപത്തിലാണ് ശമ്പള പരിഷ്കരണം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു റീവർക്ക്, റീഡിസൈൻ, ഒരു ഹോംവർക്ക് ആവശ്യമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശമ്പള പരിഷ്കരണം സംസ്ഥാനത്തുണ്ടാകുന്ന ബാധ്യത എത്ര, അതിൻ്റെ ലയബിലിറ്റി എങ്ങനെയാണ് മീറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന് കൂടി പരിഹാരം കാണുന്ന ഒരു രീതിയിലായിരിക്കും ശമ്പള പരിഷ്കരണത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ ശമ്പള പരിഷ്കരണം കേവലം ഒരു 3 മാസം കൂടി കൊടുത്തുകൊണ്ട് 3 മാസം കഴിയുമ്പോൾ ജൂൺ കഴിയുമ്പോൾ വീണ്ടും നീട്ടിക്കൊടുക്കണം. അപ്പോൾ അത് കാലാവധി നീട്ടണമോ അതോ പുതിയ കമ്മിറ്റി വയ്ക്കണമോ? ജൂൺ മാസം 30 കഴിഞ്ഞാൽ കാലാവധി നീട്ടേണ്ടി വരും. കാലാവധി നീട്ടണമോ, പുതിയ കമ്മിറ്റി വയ്ക്കണമോ, നിലവിലുള്ള കമ്മിറ്റിയിലെ CPM അംഗത്തെ ഒഴിവാക്കി പകരം അംഗത്തെ വയ്ക്കണമോ? അതുപോലെ തന്നെ അവിടെ റിട്ടയറായ അഡീഷണൽ സെക്രട്ടറി വെച്ചിരിക്കുന്ന അവരും ഒരു CPM അനുഭാവി ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ സംഘടന അനുഭാവി ആയിരുന്നിരിക്കും, അവരെ മാറ്റി വയ്ക്കണോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുന്നത്. അപ്പോൾ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഈ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് ഒരു പക്ഷേ കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. കമ്മീഷന് സമയം നീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമയം നീട്ടിക്കൊടുക്കാതിരുന്നാൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒന്നും ചെയ്യാനില്ല. പക്ഷേ പുതിയ കമ്മിറ്റി വരുമോ എന്നുള്ളതാണ് ചോദ്യം. VP ജോയി ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളായതുകൊണ്ട് പുതിയ ചീഫ് സെക്രട്ടറിമാർ വെച്ച ഒരു കമ്മിറ്റിയൊക്കെ മാറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒരു ജെന്റിൽമാൻ എഗ്രിമെൻ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ജെന്റിൽമാൻഷിപ്പ് ഉണ്ടല്ലോ. കാരണം ഒരു ഗവൺമെൻറ് വെച്ച ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു IAS സാറിന്, ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു IAS സാറിനെ വെച്ചിട്ട് അദ്ദേഹത്തിനെ മാറ്റി പുതിയ ഒരാളിനെ വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ രാജഗോപാലൻ നായർക്ക് പകരം പുതിയ കമ്മിറ്റി അംഗം വരും, വനിതകൾക്ക് പകരം പുതിയ ആളുകൾ വരും. അതെല്ലാം കോൺഗ്രസിൻ്റെ ആളുകളായിരിക്കും വരുന്നത്. എന്തായാലും വളരെ കൃത്യമായ ഒരു പുനരാവിഷ്കാരം ശമ്പള പരിഷ്കരണത്തിൽ ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രിയുടെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശമ്പള പരിഷ്കരണം ഉണ്ടാക്കുന്ന ബാധ്യത എത്രയാണ്, അതിൻ്റെ പണം എവിടെ നിന്ന് മീറ്റ് ചെയ്യും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ശമ്പള പരിഷ്കരണമായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നീളാനും സാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA തന്നെ കൊടുക്കാത്തതിൻ്റെ ചില പരിഭവത്തിലാണുള്ളത്. ആ പരിഭവത്തോടൊപ്പം ഇതൊരു പരിഭവമായി വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ എന്തായാലും ഗവൺമെൻറ് കണ്ണടച്ച് സുവമോട്ടോ ഒരു റിപ്പോർട്ട് വന്ന് അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പഠനവും വളരെ സമഗ്രമായ ഒരു വിലയിരുത്തലും, കാരണം ഇത് 5 വർഷത്തിലൊരിക്കലാണ്. ഇനി 5 വർഷം കഴിഞ്ഞ് ഇതിന് ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ ഇതൊക്കെ നടത്തേണ്ടതാണ്, പിന്നെ വേറെ മാർഗമില്ല മുമ്പിൽ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുന്നത് ഇത് വളരെ കൃത്യമായി ഒന്ന് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും അയാൾ കുറച്ചുകൂടി സമയം ചിലപ്പോൾ എടുത്തേക്കാം, ചിലപ്പോൾ വേഗത്തിൽ നടത്തേക്കാം. കാരണം ഇത് കമ്മിറ്റിയല്ലേ, കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം
ഒരു വേറൊരു ടീമിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുത്താൽ മതിയല്ലോ. ആ ശമ്പള പരിഷ്കരണ ടീമിനെ തന്നെ കുറച്ചുകൂടി വലുതാക്കി കഴിഞ്ഞാൽ ആളുകളിൽ നിന്ന് ഓരോ എടുക്കാനും അതുപോലെ സൈറ്റ് വഴിയും വെബ്സൈറ്റ് വഴിയും മെയിൽ വഴിയൊക്കെ ഓരോ എടുക്കാനും ഒരുപാട് സമയം വേണ്ട. പക്ഷേ അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടില്ല, അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തായാലും ശമ്പള പരിഷ്കരണം ഉണ്ടാവും. പക്ഷേ അത് എങ്ങനെ, എപ്പോൾ, എന്താണ് ഘടന എന്നുള്ളത്, എന്ത് വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയത്തില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ശമ്പള പരിഷ്കരണം വൈകില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെ, എപ്പോൾ, എന്തതിനെ സംബന്ധിച്ചെന്നുള്ള ചില സൂചനകൾ മാത്രമേ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിട്ടുള്ളൂ. എന്തായാലും ശമ്പള പരിഷ്കരണം ഉണ്ടാവും. പക്ഷേ പഴയതുപോലെ കേവലം ഒരു 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഷ്കരണമായിരിക്കില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്.